നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോദിയുടെ ഇടപെടലിന് പിന്നാലെ ഗുസ്തി ഫെഡറേഷനിൽ ഇടപെട്ടാൽ നടപടിയുണ്ടാക്കുമെന്ന് ബ്രിജ്ഭൂഷണ് ബിജെപിയുടെ താക്കീത്. ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുമെന്ന് വ്യക്തമാക്കി മന്ത്രി വി അബ്ദുറഹിമാൻ രംഗത്ത്. രാഷ്ട്രീയ അധപതനത്തിന്റെ പ്രതീകമായി മറിയക്കുട്ടി മാറിയെന്ന് ആരോപിച്ച CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ്. ദില്ലിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം നടന്ന സ്ഫോടനത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി എംബസി. ഇന്ത്യൻ സൂപ്പർ ലീഗ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. വാർത്തകൾ വിശദമായി. ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച ജെബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. സംസ്ഥാനതല ന്യൂനപക്ഷ ദിനാചരണം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ വിവിധ വകുപ്പുകൾ പഠിക്കുകയും ഇവ നല്ല രീതിയിൽ നടപ്പാക്കുന്നതിനുള്ള അവസാനഘട്ട ശ്രമത്തിലുമാണ് സർക്കാരുള്ളത്. റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ സർക്കാർ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പാലോളി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതുപോലെ തന്നെ ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ടും നടപ്പാക്കാനാണ് തീരുമാനമെന്നും മന്ത്രി അറിയിച്ചു. അടുത്ത ആഴ്ചയോടെ മുഴുവൻ വകുപ്പുകളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിനു ശേഷം ഇവ പരിശോധിക്കുന്നതിനുള്ള യോഗം വിളിച്ചു ചേർക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നായി കണ്ടുകൊണ്ട് ഇവ പരിഹരിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നടപടികളെടുത്ത സർക്കാരാണ് കേരളത്തിലേത്. ജെബി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതോടെ ന്യൂനപക്ഷത്തോടുള്ള സർക്കാരിൻ്റെ ഏറ്റവും വലിയ കരുതലിൻ്റെ ഉദാഹരണമായി ഇത് മാറുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് ചില മുസ്ലിം നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ അപലപനീയമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് വിലങ്ങ് തടിയായി ചിലർ നിൽക്കുകയാണ്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് പറയാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. മതസൗഹാർദ്ദത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന വ്യക്തികൾക്ക് അർഹമായ ശിക്ഷ നൽകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാരിൽ വീണ്ടും മുഖംമാറ്റം ഉറപ്പായ സാഹചര്യത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടായേക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു. നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാറിന് വേണ്ടി സിനിമാ വകുപ്പ് കൂടി വേണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യമുന്നയിച്ചതോടെയാണ് വകുപ്പ് മാറ്റം ഉണ്ടായേക്കുമോ എന്ന ചോദ്യവും ഉയരുന്നത്. ഗതാഗത മന്ത്രിയാകുമെന്ന് ഉറപ്പായ ഗണേഷിനായി പാർട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് സിനിമാ വകുപ്പ് കൂടി ചോദിച്ചത്. നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. ഗണേഷ് കുമാറിന് പുറമെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതേസമയം ഔദ്യോഗിക വസതി വേണ്ടെന്നും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിന് പിന്നാലെയാണ് രണ്ടാം പിണറായി മന്ത്രിസഭ അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നത്. ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവും തുറമുഖ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലുമാണ് മുൻ നിശ്ചയപ്രകാരം രാജിവെച്ചത്. ഗുസ്തി താരങ്ങൾ പ്രതിഷേധം കടുപ്പിച്ചതിന് പിന്നാലെ BJP MPയും ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷണ് താക്കീത് നൽകി BJP. ഗുസ്തി ഫെഡറേഷനിൽ ഇനി ഇടപെട്ടാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ദേശീയ തലത്തിൽ വലിയ തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് BJP നടപടി കടുപ്പിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ബ്രിജ്ഭൂഷണെ നേരത്തെ വിളിച്ചു വരുത്തിയിരുന്നു. പുരസ്കാരങ്ങളടക്കം തിരിച്ചു നൽകി പ്രതിഷേധിക്കുന്ന താരങ്ങളെ തണുപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഗുസ്തി ഫെഡറേഷൻ പിരിച്ചുവിട്ടതിന് പിന്നാലെ ദേശീയ ഗുസ്തി ഫെഡറേഷൻ ഭരണനിർവഹണത്തിനായി താൽക്കാലിക സമിതിയെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ നിയോഗിച്ചിരുന്നു. ഭൂപീന്ദർ സിംഗ് ബജ്ജയുടെ നേതൃത്വത്തിൽ 3-അംഗ സമിതിക്കാണ് ചുമതല. വിലക്ക് നേരിട്ട ഭരണസമിതിക്ക് പകരം അഡ്ഹോക് കമ്മിറ്റി പ്രഖ്യാപിച്ചെങ്കിലും വനിതാ അധ്യക്ഷ വേണമെന്ന താരങ്ങളുടെ നിർദ്ദേശം പരിഗണിച്ചിട്ടില്ല. ഭൂപീന്ദർ സിംഗ് ബജ്ജയാണ് അഡ്ഹോക് കമ്മിറ്റി തലവൻ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗമായ ബജ്ജ നേരത്തെ ഫെഡറേഷൻ വിലക്ക് നേരിട്ടപ്പോഴും അഡ്ഹോക് കമ്മിറ്റി അംഗമായിരുന്നു. MM സോമായ, മഞ്ജുഷ കൻവാർ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് എതിരെ പ്രതിഷേധിച്ച് ശ്രദ്ധയേർന്ന മറിയക്കുട്ടിക്കെതിരെ വീണ്ടും CPM. ഇന്നത്തെ UDFന്റെയും BJPയുടെയും രാഷ്ട്രീയ അധപതനത്തിന്റെ പ്രതീകമായി മറിയക്കുട്ടി മാറിയെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ് ആരോപിച്ചു. രാവിലെ BJP, ഉച്ച കഴിഞ്ഞാൽ കോൺഗ്രസ് എന്നതാണ് മറിയക്കുട്ടിയുടെ നിലപാടെന്നും CPM ഒഴിച്ച് ഏത് പാർട്ടി വിളിച്ചാലും പോകുമെന്ന പ്രസ്താവന അതിന് തെളിവാണെന്നും CB വർഗീസ് വ്യക്തമാക്കി. കേരളത്തിന്റെ രാഷ്ട്രീയ അധപതനത്തിന്റെ തെളിവാണിതെന്നും അവരെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും അതേസമയം ഡീൻ കുര്യാക്കോസ് ഉണ്ടാക്കിയ ഒരു തിരക്കഥ മാത്രമാണ് മറിയക്കുട്ടി. അതിലൊന്നും കാര്യമില്ല. കേസിനെ ഭയമില്ല. നിയമപരമായി നേരിടും. മറിയക്കുട്ടിയെക്കുറിച്ചോ അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലുമില്ലെന്നും CB വർഗീസ് കൂട്ടിച്ചേർത്തു.
ദില്ലിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപത്ത് സ്ഫോടനം നടന്ന സംഭവത്തിൽ പ്രതികരണവുമായി എംബസി അധികൃതർ. ഭീഷണിയുണ്ടെന്ന ഇസ്രായേൽ എംബസി ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരുന്നതായി അധികൃതർ വ്യക്തമാക്കി. 2 മാസം മുൻപാണ് മുന്നറിയിപ്പ് നൽകിയത്. സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും ഇസ്രായേൽ എംബസി ആവശ്യപ്പെട്ടിരുന്നു. എംബസിയിൽ 2 മാസം മുമ്പ് ഭീഷണി സന്ദേശം ലഭിച്ച സാഹചര്യത്തിലായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തെ വിവരം അറിയിച്ചത്. അതേസമയം സ്ഫോടനം നടത്തിയത് ആരെന്ന നിഗമനത്തിൽ ഇതുവരെ എത്താനായിട്ടില്ല. ഡിസംബർ 26-നാണ് ദില്ലിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായത്. അബ്ദുൽ കലാം റോഡിലെ എംബസിക്ക് മീറ്ററുകൾ അടുത്ത് ഹിന്ദി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടുത്താണ് പൊട്ടിത്തെറിയുണ്ടായത്. പോലീസ്, ഫയർഫോഴ്സ്, ഫോറൻസിക് സംഘങ്ങൾ തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വലിയ പൊട്ടിത്തെറി കേട്ടെന്നും പുകപടലങ്ങൾ ഉയർന്നെന്നും സമീപത്തുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരൻ പോലീസിന് മൊഴി നൽകി. എംബസിക്ക് മീറ്ററുകൾ അകലെ നിന്ന് വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടുവെന്ന്, പുക ഉയർന്നുവെന്നും സുരക്ഷാ ജീവനക്കാരൻ തേജവ് ഛേത്രിയും പ്രതികരിച്ചു. പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും തേജവ് വ്യക്തമാക്കി. കനത്ത ജാഗ്രതയിലാണ് എംബസി പരിസരം. ദേശീയ അന്വേഷണ ഏജൻസിയുടെ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ മിനി പൂരമൊരുക്കാൻ പാറമേക്കാവ് ദേവസ്വത്തിന്റെ തീരുമാനം. തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. മുൻപ് 1986-ൽ മാർപ്പാപ്പ എത്തിയപ്പോഴാണ് തൃശൂരിൽ മിനി പൂരം ഒരുങ്ങിയത്. ജനുവരി 3-ന് നടക്കുന്ന മോദിയുടെ റോഡ് ഷോ സമയത്താവും മിനി പൂരം ഒരുക്കുക. ഇതിനായി സുരക്ഷാ അനുമതി തേടിയിട്ടുണ്ട്. അനുമതി ലഭിച്ചാൽ മിനി പൂരം നടത്താനാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ തീരുമാനം. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലാവും മിനി പൂരം നടത്തുക. 15 ആനകളെ അണിനിരത്തി 200ഓളം പേരുടെ മേളവും മിനി പൂരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. പൂരം പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ വിളിച്ച യോഗം തീരുമാനമാകാതെ കഴിഞ്ഞ ദിവസം പിരിഞ്ഞിരുന്നു. വിഷയത്തിൽ കോടതി ഇടപെടലുണ്ടായതിനാൽ കോടതിയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതിയോട് സമ്മതം ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യുന്നത് ശരിയല്ലെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ട്രെയിനുകളിലേതുപോലെ ബൈക്കും സ്കൂട്ടറുമെല്ലാം ദൂരസ്ഥലങ്ങളിലെത്തിക്കാൻ ബൈക്ക് എക്സ്പ്രസ് പദ്ധതിയുമായി KSRTC. കൊറിയർ സർവീസ് വിജയമായതിനു പിന്നാലെ ലോജിസ്റ്റിക് സർവീസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതി ഉടൻ തുടങ്ങും. പ്രത്യേക വാനുകളിലാകും ഇരുചക്രവാഹനങ്ങളിൽ എത്തിക്കുക. പഴയ ബസ്സുകൾ ഇതിനായി ഉപയോഗിക്കും. KSRTCക്ക് മുമ്പ് ലോജിസ്റ്റിക് വാനുകളുണ്ടായിരുന്നു. ആ മാതൃകയിലും രൂപത്തിലുമാകും പുതിയവയും തയ്യാറാക്കുക. പൊതുജനങ്ങളുടെ പ്രതികരണവും അഭിപ്രായവും പരിഗണിച്ച ശേഷമാകും പദ്ധതിക്ക് അന്തിമ രൂപം നൽകുക. നിരക്ക് നിശ്ചയിച്ചിട്ടില്ല. നിലവിൽ തീവണ്ടി മുഖേനയും ചരക്ക് ഗതാഗത കമ്പനി വഴിയുമാണ് ഇരുചക്രവാഹനങ്ങൾ അയക്കുന്നത്. അതിനേക്കാൾ നിരക്ക് കുറയ്ക്കാനാണ് KSRTCയുടെ ശ്രമം. ട്രെയിനും സ്വകാര്യ സ്ഥാപനങ്ങളുടെ സർവീസുമില്ലാത്ത റൂട്ടുകൾ കോർപ്പറേഷൻ കൂടുതലായി പ്രയോജനപ്പെടുത്തും. KSRTCയുടെ കൊറിയർ സർവീസ് ലാഭത്തിലാണ്. ആദ്യഘട്ടത്തിൽ കുറവായിരുന്നെങ്കിലും ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. മിക്ക ഡിപ്പോകളിലും കൊറിയർ സർവീസുണ്ട്. ദിവസം 1.5 ലക്ഷം രൂപയോളം ഈ ഇനത്തിൽ ലഭിക്കുന്നു. ഇരുചക്രവാഹന നീക്കവും വിജയിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വിദേശകാര്യമന്ത്രി AS ജയശങ്കറും കൂടിക്കാഴ്ച നടത്തി. ക്രാംലിനിൽ വെച്ച് നടന്ന സന്ദർശനത്തിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയും റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂറും പങ്കെടുത്തു. അടുത്ത വർഷം റഷ്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുടിൻ ക്ഷണിച്ചു. ഞങ്ങളുടെ സുഹൃത്ത് പ്രധാനമന്ത്രി മോദിയെ റഷ്യയിൽ കാണുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പുടിൻ പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി റഷ്യയിലെത്തിയതാണ് ജയശങ്കർ. നേരത്തെ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രിയെ കാണുകയും ഇൻഡോ പസഫിക് യുക്രൈൻ സംഘർഷം, ഗാസ വിഷയം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. സാമ്പത്തിക സഹകരണം, സൈനിക സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ പുരോഗതിയെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെയും തന്ത്രപരമായ ഒത്തുചേരലിനെയും പരസ്പര നേട്ടത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന പോലീസ് മേധാവിയുടെ വസതിയിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ കടന്നുകയറി സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ കേസിൽ പ്രതിയാക്കാനുള്ള നീക്കം വിവാദമാകുന്നു. തീരുമാനത്തിൽ നിന്ന് പോലീസ് പിന്മാറണമെന്ന് കേരള പത്രപ്രവർത്തകർ യൂണിയൻ ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പോലീസ് വീഴ്ചയിൽ പ്രതിഷേധിച്ചായിരുന്നു മഹിളാ മോർച്ച പ്രവർത്തകർ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കടന്നു കയറിയത്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമങ്ങളിലെ 3 മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുക്കാൻ നീക്കം നടത്തുന്നത്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് മ്യൂസിയം പോലീസ് ഇവർക്ക് നൽകിയിരിക്കുന്ന നോട്ടീസ്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ക്യാമറയും മൊബൈലുമായി എത്തിയ ഒരു കൂട്ടം ആൾക്കാർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ വസതിയിലേക്ക് കടന്നുകയറി പ്രതിഷേധിച്ചത്. സംഭവത്തിൽ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ തോൽപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് പോയിന്റ് പട്ടികയിൽ 1-ാമത്. ദിമിത്രിയോസ് ഡയമണ്ട് റോക്കോസ് നേടിയ ഒരു ഗോളിനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ജയം.
ഇതോടെ 12 മത്സരങ്ങളിൽ 26 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഒന്നാമതെത്തി. 10 മത്സരങ്ങളിൽ 19 പോയിന്റുള്ള ബഗാൻ 5-ാം സ്ഥാനത്താണ്. തുടർച്ചയായ 3-ാം ജയമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റേത്. ബഗാൻ ആവട്ടെ തുടർച്ചയായ 3-ാം മത്സരവും പരാജയപ്പെട്ടു. ആൻഡ്രിയൻ ലൂണയില്ലാത്തതിൻ്റെ ക്ഷീണമൊന്നും ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ടിൽ കാണിച്ചില്ല. എല്ലാവരും ഒത്തൊരുമയോടെ കളിച്ചു. മത്സരത്തിൻ്റെ 9-ാം മിനിറ്റിൽ ഗോളും നേടി. മത്സരത്തിൽ വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്. ബഗാനാവട്ടെ മധ്യനിര താരങ്ങളായ ആഷിഖ് കരുണിയനും സഹൽ അബ്ദുൾ സമുദുമില്ലാതെ ഏറെ കഷ്ടപ്പെട്ടു. പന്തടക്കത്തിൽ ബഗാനായിരുന്നു മുന്നിലെങ്കിൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ എതിർത്തത് ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ 5 ഷോട്ടുകൾ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞു. അതിൽ ഒരു തവണ പന്ത് ഗോൾ വരെ കടക്കുകയും ചെയ്തു. ബഗാന് ഒരു തവണ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറെ പരീക്ഷിക്കാനായത്. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക.